എന്ന് പാർത്തു. സോവരിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനും അവൻ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടവും ഉള്ള നടപ്പുപോലെ നമ്മുടെ അടുക്കൽ വരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനുമില്ല. വരിക, അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ചു അവനോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്ത് ചെന്നു അപ്പനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. പിറ്റേനാൾ മൂത്തവൾ ഇളയവളോട്, ഇന്നലെ രാത്രി ഞാൻ അപ്പനോടുകൂടെ ശയിച്ചു. നാം അവനെ ഇന്ന് രാത്രിയും വീഞ്ഞു കുടിപ്പിക്ക. അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് നീയും അകത്ത് ചെന്നു അവനോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയും അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ ചെന്നു അവനോടുകൂടെ ശയിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. ഇങ്ങനെ ലോത്തിന് 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേരിട്ടു. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. ഇളയവളും ഒരു മകനെ